സാറിന്റെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. നമുക്കറിയാം ലുലു ഗ്രൂപ്പിന് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊക്കെ വമ്പൻ മാളുകളുണ്ട്. പക്ഷേ ഇതേ ലുലു ഗ്രൂപ്പ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു കാർഷിക സംരംഭം തുടങ്ങാൻ പോകുന്നു എന്ന് സാർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ന് വെച്ചാല് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അവിടുത്തെ കർഷകർക്ക് ഗുണകരമാകുന്ന ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ മാളുകളിൽ നമ്മുടെ ആളുകൾ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങും. അപ്പോ അവിടെ വ്യവസായം, ഇവിടെ വാണിജ്യം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലുലു ഗ്രൂപ്പ് കേരളത്തിൽ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാഞ്ഞത്, മോളുകൾ അല്ലാതെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിക്കോസ് ഇതേ യു പി സർക്കാരിന്റെ ഒരു പ്രോജക്റ്റിൽ യു പിയിൽ പോയി യു പിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലുലു ഗ്രൂപ്പ്. അതേമാതിരി വേറെ കുറെ സ്ഥലത്തും ഇതേമാതിരി ആന്ധ്രയിൽ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ പ്രോജക്റ്റ് ഇനിയും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. എന്താണ് പൊള്ളാച്ചിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പൊള്ളാച്ചിയിൽ നിന്നും നമ്മുടെ കേരളത്തിന് ബോർഡർ എത്ര ദൂരമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓബ്വിയസ്ലി ഇതിന്റെ കാരണം എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ പറഞ്ഞു മലയാളികളുടെ നോക്കുകൂലിയുടെ കോൺസെപ്റ്റ് എടുത്തിട്ട് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞത് പാർലമെന്റിൽ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് വല്ലാത്തൊരു വിഷമായിരുന്നു അത്. അങ്ങനെ നോക്കുകൂലിയൊന്നും ഇല്ല, അങ്ങനെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഈ തൊഴിലാളികളുടെ ഇത് എന്നിട്ട് ഒരു വിടില്ല കേട്ടോ കോൺസെപ്റ്റ്. അതാണ് എൻ്റെ ഉള്ളത്. ഈ ലുലു ഗ്രൂപ്പ് എവിടെ ഈ പറഞ്ഞ മാതിരി കോയമ്പത്തൂര് തുടങ്ങാനോ അല്ലെങ്കിൽ പൊള്ളാച്ചിയിൽ തുടങ്ങിയിട്ട് എന്താ അവിടെ തുടങ്ങാതിരിക്കുന്ന കാരണത്തിന് വേറൊന്നുമല്ല. അതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മോഹൻലാൽ ബസ് വാങ്ങിച്ച മാതിരി കേസാവും ഇത്. വരവേൽപ്പിൽ ബസ് വാങ്ങിച്ച മോഹൻലാലിന്റെ കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് പറ്റി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മോഹൻലാലിന്റെ കേസ് തന്നെ ഇവിടുത്തെ ഒരു ഈ പറഞ്ഞ മാതിരി ലുലു ഗ്രൂപ്പിനും ആവും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോ ലുലു ഗ്രൂപ്പ് പൊള്ളാച്ചിയിൽ തുടങ്ങിയതിന് അതിലൊരു സംശയമില്ല. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രയോ സംരംഭങ്ങൾ, നമ്മുടെ പീറ്റെക്സ് ഗ്രൂപ്പ് ആവട്ടെ അല്ലെങ്കിൽ വി ഗാർഡ് ആവട്ടെ, അവർക്ക് എത്ര ഫാക്ടറി ഉണ്ട് കേരളത്തിൽ. ബാക്കി അവർ പുറത്തെന്താ തുടങ്ങാൻ കാരണം? കീറ്റെക്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിന്ന് കേരളത്തിലായിരുന്നു ആ സമയത്ത്. കീറ്റെക്സുകാർ തുടങ്ങിയപ്പോൾ കീറ്റെക്സിന്റെ ഒരു പ്രോജക്റ്റിലാണ് വറങ്കലിൽ വന്ന് ഇവിടെ തെലങ്കാനയിൽ അവർ തുടങ്ങി വെച്ചത്. പക്ഷെ ഈ പറഞ്ഞ മാതിരി എന്താണ് അത് ബാക്കിയുള്ള സ്ഥലത്ത് നടക്കാത്ത, എന്താണ് കേരളത്തിൽ ബിസിനസ് ഒന്നും തുടങ്ങാത്ത വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ദാക്ഷായിനി ബിസ്ക്കറ്റും മിഥുനത്തിലെ കേസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവിടെ കുടികുത്തും. പിന്നെ ചുമട്ട് തൊഴിലാളി വരും, അവർ വരെ അവർക്കാണ് റൈറ്റ് എന്ന് പറയും. അതേ സമയത്ത് ഇവിടെ ഹൈദരാബാദിൽ എനിക്ക് ഒരു സ്ഥലത്തേക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പോർട്ടൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്കേഴ്സ് വേണമെന്ന് അവർ അതിൻ്റെ കൂടെ ചോദിക്കും. അവർ വരും, അവരിറക്കി തരും, എല്ലാവരും ചെയ്തോളും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ലുലു ഗ്രൂപ്പിന് തെറ്റു പറയാൻ പറ്റില്ല. ലുലു ഗ്രൂപ്പിന് അവരവരുടെ ബിസിനസ് നോക്കുകയാണ്. അവർ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പച്ച പിടിച്ചു വരണം, അത് നന്നായി വരണം, കുറെ പേർക്ക് ജോലി കിട്ടണം, അതിന് ലാഭം ഉണ്ടാക്കണം. അതിനൊരു തെറ്റുമില്ല ലാഭം ഉണ്ടാക്കണേ. പക്ഷെ ഈ പറഞ്ഞ കേരളത്തിൽ ലുലു മോള് തുടങ്ങും, പക്ഷെ ഈ പറഞ്ഞ മാതിരി ഉത്തർപ്രദേശിൽ പോയിട്ട് പ്രോജക്റ്റ് തുടങ്ങിയ മാതിരിയോ അല്ലെങ്കിൽ ഇപ്പൊ പൊള്ളാച്ചിയിൽ തുടങ്ങുന്ന പ്രോജക്റ്റ് മാതിരി ഒന്നും ചെയ്യില്ല. അതിന് ഈ പറഞ്ഞ മാതിരി ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല കേരളത്തില്. ഈ മുഖ്യമന്ത്രി പറയുണ്ടാവും ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റർ സമിറ്റും അതും ഇതും കേരള നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ഒരു പ്രോജക്റ്റ് ഇപ്പൊ നമ്മളെ കണ്ടു, ഡാവോസിൽ പോയിരുന്നു നമ്മുടെ മന്ത്രി രാജീവ് പോയിരുന്നില്ല, എത്ര പ്രോജക്റ്റ് അവിടുന്ന് കൊണ്ടു. എവിടെ ഞങ്ങളുടെ തെലങ്കാന ഗവൺമെന്റ് പറയണത് ഞങ്ങൾക്ക് 2,50,000 കോടിയുടെ പ്രോജക്റ്റാണ് അവിടുന്ന് കിട്ടിയെന്ന് പറയും. ഇന്നലെ തന്നെ ഒരു എക്സാമ്പിൾ തരാം ലക്ഷ്മി. ഹൈദരാബാദിൽ നമുക്കറിയാം മെക്ഡൊണാൾഡ്സ്. ലക്ഷ്മി എല്ലാവർക്കും അറിയാലോ, നമുക്ക് അറിയാത്ത ആർക്കും ഇല്ല മെക്ഡൊണാൾഡ്സ്. മെക്ഡൊണാൾഡ്സിലെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ ഹൈദരാബാദിൽ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ. ആലോചിച്ചു, അമേരിക്കൻ കമ്പനി അവർ ഗ്ലോബൽ ഡെവലപ്മെന്റ് സെന്റർ, അത് ബാംഗ്ലൂർക്ക് പോകേണ്ടതായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോണ പ്രോജക്റ്റ് ഇപ്പൊ ഹൈദരാബാദിൽ എത്തി. അത്ര കോമ്പറ്റീഷനാണ് ഈ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്നലെ അതേ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ്സ് അവിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ട് തെലങ്കാനയിൽ നിന്നുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ഞങ്ങൾ അവിടുത്തെ കർഷകർ സർവകലാശാലയായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, അവിടുത്തെ കർഷകരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രോഡക്റ്റ് വാങ്ങാമെന്ന് അവർ സമ്മതിച്ചു. അപ്പൊ ആലോചിച്ചു, ഒരു തെലങ്കാനയില് ഒരു പ്രോജക്റ്റ് തുടങ്ങണമെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ അതേ സമയത്ത് ഈ പ്രോജക്റ്റ് കേരളത്തിലേക്ക് എന്താ വരാത്തതെന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. എത്ര പറഞ്ഞാലും മുഖ്യമന്ത്രി ആയാലും അവർ മന്ത്രിമാർ ആര് പറഞ്ഞാലും നമുക്കൊരു കാര്യം അറിയാം, ഈ പറഞ്ഞ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല. വേറൊന്നുമില്ല, അവർ അതിലൊരു അറ്റ്മോസ്ഫിയർ ഇല്ല. എന്തിനും തടസ്സമാണ്, എന്തിനും ചർച്ചയാണ്. നമുക്കറിയാം, ചെറിയൊരു പ്രോജക്റ്റ് എടുത്താൽ നമ്മുടെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവിടെ ഓരോ ബിസിനസ് തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞാൽ പിന്നെയും വാജ്പേയി പണ്ട് കുമരകത്ത് പോയിട്ട്
അന്ന് കുമരകം മ്യൂസിക്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് വന്ന് പിന്നെ പറഞ്ഞിരുന്നു വരവേൽപ്പിനെ പറ്റിയിട്ട്. സിനിമ കാണാൻ എല്ലാവരും ഒരു ഗൾഫ് മോട്ടോഴ്സ് ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിച്ച് കഷ്ടപ്പെട്ട് ശരിക്കും കുത്തുവാളെടുത്ത ഒരു കേസാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതിലൊരു തെറ്റും ലൈഫിലേക്കാണ് അത് ശരിക്കും നടക്കണതാണ് നമ്മുടെ സൊസൈറ്റിയിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തർക്കമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ മാതിരി അടിയും പിടിയോ. എന്തിനാണ് അങ്ങനെ? ഒരു കമ്പനി തുടങ്ങുന്ന ഒരു ബൂർഷ്വാ മുതലാളി, അതാണ് ആദ്യം വരിക, ബൂർഷ്വാ മുതലാളി. അവന് ചെറിയൊരു പെട്ടിക്കട തുടങ്ങിയാലും മതി, അപ്പോഴേക്കും ബൂർഷ്വാ മുതലാളിയാവും. കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി ഈ ആറ്റിറ്റ്യൂഡ് മാറാണ്ട് പറ്റില്ല. എന്തായാലും ഇപ്പൊ നിർമ്മല സീതാരാമൻ പറഞ്ഞപ്പോ ഇവരെന്താ പറയേണ്ടത്? ശരിയാണ്, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു, തെറ്റായിരുന്നു, അത് നടക്കാൻ പാടില്ല. ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അത് നിർത്താൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ചുമട്ട് തൊഴിലാളികൾ, വേറെ ഇന്ത്യയിൽ എവിടെ ഈ കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഈ പറഞ്ഞാൽ നിങ്ങൾ നാളെ ഇത് കൊണ്ടുവന്നിട്ട് കേരളത്തില് ഒരു ഇന്റർനാഷണൽ കമ്പനി വന്ന അവർ പറയും ഞങ്ങളുടെ സാധനം ഞങ്ങൾ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ എംപ്ലോയീസിനെ കൊണ്ട്, അവർ സമ്മതിക്കോ? ഇല്ലല്ലോ, അവിടെ അടിയോ? പിന്നെ അതിന് അവരവിടെ വരും? അവർ വരില്ല അവിടെ. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ലോകം മാറി തുടങ്ങി, കമ്മ്യൂണിസം പോയി. എവിടെ ഇല്ല കമ്മ്യൂണിസം? ചൈനയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ്, അവര് അമേരിക്കക്കാരും ക്യാപിറ്റലിസ്റ്റായി മാറി. അപ്പൊ ലുലു ഗ്രൂപ്പിന് ഈ പറഞ്ഞ മാതിരി പൊള്ളാച്ചിയിൽ തുടങ്ങി, പൊള്ളാച്ചി മാത്രം നാളെ വേറെ എവിടെയും തുടങ്ങും അവര് ഈ പറഞ്ഞ മാതിരി. പക്ഷെ കേരളത്തിൽ വന്ന ഒരു 10 വയസ്സ് ഇറക്കില്ല ഇതില്. അവർക്ക് അറിയാം ഈ സാധനം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഒരു ഒരു തിരിച്ച് വരവുണ്ടാവില്ല. അവർക്കൊരു കംപ്ലീറ്റ് ആയിട്ട് അവരെ ഫിനിഷ് ചെയ്ത് കളയുന്നുള്ള അവർക്കൊരു സംശയമല്ല ഈ കാര്യത്തിൽ. ഇതാണ് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി. ഒരൊറ്റ കാര്യം കൂടി, ഇവിടെ ലുലു മോൾ തിരുവനന്തപുരത്ത് സാറിന് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ബൈപ്പാസിൽ പ്രത്യേകം ബസ്സുകളൊക്കെ KSRTC വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയുമേ ഉള്ളൂ കേരളത്തിന് ഒരു സംഭാവന എന്നുള്ളതാണ് ഒരു വ്യവസായം തുടങ്ങുമ്പോൾ. ഞാൻ പറഞ്ഞിട്ട് ലക്ഷ്മി, ഇവിടെ ഹൈദരാബാദിൽ ലുലുവിന്റെ വലിയൊരു മോളുണ്ട്. പക്ഷെ ലുലു മോള് തുടങ്ങുന്നതിന്റെ അല്ല അതിന്റെ ക്വസ്റ്റ്യൻ. അവിടെ എത്ര പേർക്ക് ജോലി കിട്ടും? അതൊരു ചെറിയ തുച്ഛ, അത്ര വലിയ കേപ്പബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അതൊരു 10, 300, 400, 500 പേര്, 1000 പേർക്ക് ജോലി കിട്ടും, ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും. പക്ഷെ നമ്മൾ അതല്ല നോക്കേണ്ടത്. നമുക്ക് വേണ്ടത് വലിയ ഇൻഡസ്ട്രീസ് ആണ്, വലിയ വലിയ കാർ കമ്പനികളാണ്. തമിഴ്നാട്ടിൽ നോക്കും, ശ്രീപെരമ്പത്തൂരിൽ ഒരു ഈക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് ആവട്ടെ, കാർ മാനുഫാക്ചറിങ് ആവട്ടെ. ഹൈദരാബാദ് ഫാർമ സിറ്റി, ഇവിടുത്തെ നമുക്കറിയാം ഹൈദരാബാദിലെ ഇന്ത്യയിലത്തെ ഫാർമയുടെ 75% ഫാർമ പ്രൊഡക്ട്സ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഹൈദരാബാദിലാണ് തയ്യാറാണ്. നമുക്ക് കോവിഡ് സമയത്ത് വന്നപ്പോൾ കോവാക്സിൻ ഉണ്ടാക്കിയത് അവിടുത്തെ ഭാരത് ബയോടെക് കമ്പനിയാണ്. ഇന്ത്യ ഇസ് എ ഫാർമ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയും. പക്ഷെ അതിൽ ഹൈദരാബാദിന് വലിയൊരു പങ്കുണ്ട്. എന്താണ് ഇതിന്റെ ഒരു 10 പ്രോജക്ട് അല്ലെങ്കിൽ ഒരു 5 പ്രോജക്ട് വേണ്ട, ഒരു 3 പ്രോജക്ട് കേരളത്തിൽ തുടങ്ങാം. അപ്പോഴേക്ക് അവിടെ പ്രാടിയാവും പരിസ്ഥിതി മാലിന്യം, അതാണ് ഇതാണ് എൻവയറമെന്റൽ ഇത്, കൊടി പിടിക്കലും ജാതിയും വെള്ളവും. ഇതാണ് അതിന്റെ പ്രോബ്ലം. എന്ത് തുടങ്ങി വെച്ചാലും അതിനെ എങ്ങനെയാണ് എതിർക്കുക എന്നാണ് നോക്കുക. അല്ലാണ്ട് അതിനെങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അതിനെങ്ങനെ മൊബിലിറ്റി കൊണ്ടുവന്നല്ല നോക്കിയെടുത്താണ്. അത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട സമയം വന്നു കഴിഞ്ഞു. എന്നോ എടുത്ത സിനിമ വരവേൽപ്പ് എന്നും റെലവെന്റ് ആയിട്ടല്ല, എന്നോ എടുത്തൊരു മിഥുനം എന്നും റെലവെന്റ് ആയിരിക്കുന്ന കാരണം എന്താ പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മാറിയിട്ടില്ല. ശരിയാണ്, മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ പറ്റുന്നത്ര ഇതൊക്കെ മാറ്റും, ഞങ്ങൾ സിംഗിൾ വിൻഡോ കൊണ്ടുവന്നു, ഞങ്ങൾ ഇൻഫോ പാർക്ക് തുടങ്ങി, ആ പാർക്ക് തുടങ്ങി, ഈ പാർക്ക് തുടങ്ങി. പക്ഷെ എത്ര വലിയ കമ്പനികൾ അവിടെ വന്നു, സ്റ്റീൽ കമ്പനി വന്നു, അല്ലെങ്കിൽ പറഞ്ഞ ഒരു അലൂമിനിയം കമ്പനി വന്നു, വലിയൊരു അലൂമിനിയം കമ്പനി തുടങ്ങാൻ പറ്റി. ഇതുണ്ട് പറയാനൊക്കെ നമ്മുടെ അടുത്ത് വലിയ വലിയ കാര്യങ്ങൾ പറയും. പക്ഷെ വലിയ ആൾക്കാർ വലിയൊരു കമ്പനിയെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസും, ഹയർ ആൻഡ് ഫയർ പോളിസി ഫോർ എക്സാമ്പിൾ, അതാണ് അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡ്. ലാൻഡ്, സ്ഥലം കിട്ടാൻ, അതിന് വലിയൊരു ഇഷ്യൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി വർക്കേഴ്സിന്റെ, അവർക്ക് യൂണിയൻ ഒന്നും പറ്റില്ല. നമ്മൾ സാംസങ്ങിന്റെ ഒരു പ്രോബ്ലം കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ, ശ്രീപെരമ്പത്തൂർ. അത് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു സാംസങ്ങിന് ഞങ്ങൾ ശരിയാക്കി തരാം ഇതൊക്കെ എന്നിട്ട്. അതാണ് വേണ്ടത്. അല്ലാണ്ട് യൂണിയന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളവിടെ വരില്ല. ഹീടെക്സിൽ നമുക്ക് അറിയാം എല്ലാവർക്കും എങ്ങനെയാണ് സാബു ജേക്കബിനെ അവിടെ നിന്ന് ഓടിച്ച് ഒരു തെലങ്കാനയിലേക്ക് കൊണ്ടുവന്നുള്ളത്. ഒരു MLA വിചാരിച്ച അവിടെ ശരിക്കും പറഞ്ഞ ഒരു കമ്പനി അടച്ചുപൂട്ടാൻ പറ്റും കേരളത്തിൽ. അങ്ങനത്തെ ഒരു അതാണ്. ഇവിടെ ഒന്നും പറ്റില്ല. അത് എവിടെ അങ്ങനത്തെ നടന്നു കഴിഞ്ഞാൽ MLA പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാക്കും. അതാണ് അവിടുത്തെ റൂള്. വളരെ ക്ലിയർ ആണ്. ആൾക്കാർക്ക് ജോലി വേണം, അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ റെഡിയാണ്. കറണ്ട് വേണം, കറണ്ട്, വെള്ളം വേണമെങ്കിൽ വെള്ളം, സ്ഥലം വേണമെങ്കിൽ സ്ഥലം, എല്ലാം തരാം. പക്ഷെ നിങ്ങൾ അവിടെ വന്ന് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഇവരെല്ലാം പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.